കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഒരു ജില്ലയാണ് മലപ്പുറം. ഈ മലപ്പുറത്തെ പറ്റി SNDPയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രസ്താവന നടത്തുകയുണ്ടായി, ഒരു വിദ്വേഷ പ്രസംഗം നടത്തുകയുണ്ടായി. അത് വലിയ രീതിയിൽ BJPയും LDFും UDFും ഒക്കെ ചർച്ചയാക്കുകയും ചെയ്തതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇതാദ്യമായി അല്ല ഇത്തരത്തിൽ വിദ്വേഷ പരത്തുന്ന തരത്തിലേക്കുള്ള പ്രസംഗം നടത്തുന്നത്. PC ജോർജ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ് എന്നും പ്രധാനപ്പെട്ട പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാരിൽ പലരും പറയുകയും ചെയ്തു. അതിനുശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രസ്താവനയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്കുള്ള ചില പ്രസ്താവനകൾ കാര്യമായ രീതിയിൽ പറയുകയുണ്ടായി. OBC അടക്കമുള്ള SNDPയിലെ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കടക്കം ലഭിക്കേണ്ട ചില സാമുദായിക ആനുകൂല്യങ്ങളിൽ പലരും വെള്ളം ചേർക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാദമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു വെച്ചത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തിനെതിരായി മുൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും രംഗത്തെത്തിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ അല്ലാതെ മറ്റൊരു തരത്തിലാണ് ഇപ്പോൾ മലപ്പുറത്തിനെതിരെ ഒരു പരാമർശം, മലപ്പുറവും കോഴിക്കോടിനെതിരെയും ഒരു പരാമർശം ഇപ്പോൾ K സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത്. അത് ഇങ്ങനെയാണ്. അതായത് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പിന്നാലെ മലപ്പുറത്തെക്കുറിച്ച് വിദ്വേഷ പ്രസ്താവനയുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്തെത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് വ്രതമെടുക്കുന്ന ഒരു മാസം മലപ്പുറം ജില്ലയിൽ തുള്ളി വെള്ളം കിട്ടില്ല എന്നാണ് ആരോപണം. രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ അങ്ങനെയാണ് എന്ന് സുരേന്ദ്രൻ പറയുന്നുണ്ട്. ആ പ്രസ്താവന വലിയ രീതിയിലാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിൽ രാഷ്ട്രീയപരമായ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് മാറുന്നു. മലപ്പുറം പ്രത്യേക രാജ്യമാണ് എന്ന വിവാദ പ്രസ്താവന നടത്തി വെള്ളാപ്പള്ളി നടേശൻ വെട്ടിലായിരിക്കുകയാണ് സുരേന്ദ്രൻ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഏറെ കാലമായി ഹിന്ദുത്വ നേതാക്കളും പ്രവർത്തകരും സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന പ്രചാരണമാണ് സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൻ്റെ അനുഭവം എന്ന രീതിയിൽ പറഞ്ഞത്. ആ പ്രസ്താവന ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. മലപ്പുറത്ത് മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലും ഇതേപോലെയാണെന്ന് സുരേന്ദ്രൻ പറയുന്നുണ്ട്. ശബരിമല വ്രതമെടുക്കുന്ന കാലത്ത് എല്ലായിടത്തും വെജിറ്റേറിയൻ കച്ചവടം മാത്രമേ നടത്താവൂ എന്ന നിർബന്ധപൂർവ്വം പറയാറില്ല. എന്നാൽ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം കിട്ടില്ല, എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണെന്നും സുരേന്ദ്രൻ പറയുന്നു. അത് കാര്യമായ രീതിയിൽ പഠനം നടത്തിയിട്ടാണോ അത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന ചോദ്യങ്ങളും പല ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലും കാര്യമായ രീതിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല എന്ന വാദം അദ്ദേഹം ഉയർത്തുന്നു. ഈ വിഷയം ചർച്ചയാകുന്നില്ല. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം നടത്തുന്നു. ഇതിന് പിന്നിലൊക്കെ വലിയ ആൾക്കാരുണ്ട്. ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് ഈ രീതിയിൽ വലിയ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ കാര്യമായ രീതിയിൽ ചർച്ചയാവുന്നതോടുകൂടി ഏതൊക്കെ തലത്തിലായിരിക്കും ഈ വിഷയത്തെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്യം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല, ഇതൊന്നും പുറത്തു വരുന്നില്ല എന്ന് അയാൾ പറയുന്നു. ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം തുള്ളിവെള്ളം കിട്ടില്ല എന്നും സുരേന്ദ്രൻ അവകാശപ്പെടുന്നുണ്ട്. ഉച്ചക്കഞ്ഞി മുടങ്ങിയ സംഭവമുണ്ടായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുട്ടികൾക്ക് നൽകുന്ന ഉച്ചക്കഞ്ഞി മുടക്കുകയാണ്. രക്ഷാകർതൃ സമിതി എന്ന പേരിൽ തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള രക്ഷിതാക്കൾക്ക് ഈ തീരുമാനം ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. എത്രയോ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കിട്ടുന്നില്ലെന്നും ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സുരേന്ദ്രൻ പ്രതികരിച്ചു. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുന്നത് കണ്ടില്ല, എന്നാൽ കടകൾ തുറക്കാറില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണം നഷ്ടപ്പെടുന്നത് സംബന്ധിച്ച പഠനം വേണം. മുസ്ലിം ലീഗ് തികഞ്ഞ ഫാഷിസ്റ്റ് നിലപാടുള്ളവരാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് പോലും മുസ്ലിം ലീഗ് എതിരി നിന്നു. മുസ്ലിം ലീഗ് തികഞ്ഞ വർഗീയ പാർട്ടിയാണ്. ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന സമീപനമാണ് ലീഗിനുള്ളത്. മുസ്ലിം ലീഗ് മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വേളയിൽ മറ്റു സമുദായ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. എന്തായാലും മുസ്ലിം ലീഗിനെതിരെയും മലപ്പുറം കോഴിക്കോട് ജില്ലയ്ക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത്.